മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഇവിടെ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്, ഉപമുഖ്യമന്ത്രി ആയിട്ടുണ്ട്, മന്ത്രിസഭയിൽ ഓരോ തവണയും 5ഉം 6ഉം ആൾക്കാരൊക്കെ ആയിട്ട് ക്യാബിനറ്റ് റാങ്ക് പങ്കുവെക്കാറുണ്ട്. കോൺഗ്രസ് കഴിഞ്ഞാൽ CPM കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ MLA-മാരുള്ള MP-മാരുള്ള പാർട്ടിയായി അധികാര സ്ഥാനങ്ങളിൽ അവരുണ്ട് എന്നുള്ളത് കൊണ്ട് അവരൊരു ഭീകര സംഘടന അല്ലാതാവുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അതിലെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയുടെ വിശദ വിവരങ്ങൾ അറിയേണ്ടവർക്ക് നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ ആദ്യ കമന്റ് ആയിട്ട് അത് പിൻ ചെയ്ത് വെക്കുന്നതാണ്. അത് എല്ലാ മാന്യ പ്രേക്ഷകരും കാണേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, ഇവിടെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടന, മുസ്ലിം ഭീകര സംഘടന, ആ ഭീകര സംഘടനയും SDP-യുമായി ചേർന്നുകൊണ്ട് നമ്മുടെ ഒരു സംഘപ്രവർത്തകരെ കള്ളക്കേസിൽ കുരുക്കിയതാണ് വിഷയം. അപ്പൊ അത് വിശദമായിട്ട് ഞാൻ മുൻപൊരു വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും പോയി കാണുക. എന്നിട്ട് ആ പയ്യനെ സഹായിക്കാൻ വേണ്ടി നമ്മളൊരു നിയമസഹായ വേദി എന്നുള്ള രീതിയിൽ നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഗിൾ പേ നമ്പർ, എല്ലാ UPI ട്രാൻസാക്ഷനും ഈ 2 നമ്പറുകളിലേക്ക് ചെയ്യാം. ഇനി UPI ട്രാൻസാക്ഷൻ അല്ല, അക്കൗണ്ട് ത്രൂ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അക്കൗണ്ട് വിവരങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ അതിലേക്ക് നിങ്ങൾ ചെയ്യുക. അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് താൽക്കാലികമായിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നിയമസഹായ വേദിയാണ്. ഇനി അതിനൊരു ലീഗൽ ഫോമിലേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരുപാട് സഹോദരങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇതിലേക്ക് എല്ലാവരും സഹായം ചെയ്യുക. ആ വ്യക്തിയുടെ എന്താണ് കേസ്, എല്ലാ വിശദ വിവരങ്ങളും ഇന്നലെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ആദ്യ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ഇന്നുണ്ടായ സംഭവം ഞാൻ പറയാം. മുനമ്പത്തെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് പറയുകയുണ്ടായി, മുനമ്പം യഥാർത്ഥത്തിൽ സമാധാനത്തിന്റെ പാതയിലേക്ക് വരണം, അവിടെയുള്ള ആർക്കും ഭൂമി നഷ്ടപ്പെടരുത്, ഇതാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മുനമ്പത്ത് ഇന്നുള്ളവരുടെ കയ്യിലിരിക്കുന്ന ഭൂമി നഷ്ടപ്പെടരുത്, അവിടെ നിന്ന് ആരും അവരെ കുടിയൊഴിക്കരുത്. ഇതാണ് VD സതീശൻ പറഞ്ഞത് ഇന്ന് രാവിലെ പറഞ്ഞത്. പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ VD സതീശൻ അത് വിഴുങ്ങേണ്ടി വന്നു. എന്താ കാരണം? അഹമ്മദ് രംഗത്ത് വന്നു. അതുപോലെ തന്നെ അഹമ്മദ് അല്ല, നമ്മുടെ മുസ്ലിം ലീഗിന്റെ മുഴുവൻ നേതാക്കന്മാരും രംഗത്ത് വന്നു. അവർ രംഗത്ത് വന്നിട്ട് അവര് പറഞ്ഞു, ഇതിൽ ഒരു സംശയവുമില്ല, മുനമ്പത്തെ ഭൂമി എന്ന് പറയുന്നത് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല അത് വഖഫ് അല്ല എന്ന്. വഖഫ് അല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ പാണക്കാട് തങ്ങൾ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതുപോലെ വഖഫ് ബോർഡ് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവരെല്ലാം ഒരൊറ്റക്കെട്ടായിട്ട് പറഞ്ഞു മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയാണ്. അതല്ല എന്നൊന്നും ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ നടക്കാൻ പോകുന്ന കാര്യമല്ല. ഇത്രേ പറഞ്ഞുള്ളൂ. ഇത്രേ പറഞ്ഞിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ VD സതീശന്റെ പ്രതികരണം വന്നു. അല്ല, ഞാനിപ്പം കേരളത്തിൽ എല്ലാവരും സമാധാനപരമായി പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, ഇനി മേലാൽ ആരും അങ്ങനെയൊന്നും പറയരുത്, ചർച്ച നിരോധിച്ചിരിക്കുന്നു, പൊതു അഭിപ്രായ പ്രകടനം നിരോധിച്ചിരിക്കുന്നു. ആരാ നിരോധിച്ചേ? കേട്ടാത്തൊന്നും VD സതീശനാണ് തീരുമാനം എടുത്തത്. അല്ല, മുസ്ലിം ലീഗാണ് തീരുമാനം എടുത്തത്. അപ്പൊ മുസ്ലിം ലീഗ് എടുക്കുന്ന ഒരു തീരുമാനം, തോക്കില്ല, ബോംബില്ല, പ്രകടനമില്ല, പട്ടാള അട്ടിമറിയില്ല, പോലീസ് കലാപമില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പിടിച്ചടക്കുന്നില്ല, ഇതൊന്നും ഇവിടെ വേണ്ടി വന്നില്ല. ഒരു വാക്ക് മതി. അതായത് നമ്മളിപ്പോ സിറിയയിലോ അഫ്ഗാനിസ്ഥാനിലോ മറ്റു രാജ്യങ്ങളിലോ കാണുന്നത് പോലെയുള്ള വലിയ പ്രക്ഷോഭങ്ങളുടെ ആവശ്യമില്ല, ആയുധമെടുക്കേണ്ട ആവശ്യമില്ല, പട്ടാള അട്ടിമറി, പോലീസ് അട്ടിമറി വേണ്ട, കൊട്ടാരം പിടിച്ചെടുക്കേണ്ട, ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് പോലും ചെയ്യേണ്ട. കേവലം ഒരു മുസ്ലിം ലീഗ് നേതാവ് ഒരു പ്രസ്താവന ഇറക്കിയാൽ അവിടെ തീർന്നു ഇവിടുത്തെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും. ഇത് കൊണ്ടൊരു വലിയ ദോഷമുള്ള എന്താണെന്നറിയാമോ? ഇവിടെ ഭീകരവാദം ഇല്ലല്ലോ എന്ന് തോന്നിപ്പോ. ഇത് മൊത്തം ഭീകരവാദികളുടെ കയ്യിലാണ്. കേരളം മൊത്തം ഭീകരവാദികളുടെ കയ്യിലാണ്. എന്നാൽ മറുവശത്തെ അവസ്ഥയൊന്ന് നോക്കൂ. ഇന്ന് ഈ പ്രസ്താവന വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു ബിഷപ്പ് ധൈര്യം കാണിച്ചോ? അല്ല, മുനമ്പത്തേത് വഖഫാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞില്ല. കാരണം വരണ്ടുപോയി, പേടിച്ചു പോയി. അപ്പോ മുസ്ലിം ലീഗിന്റെ തിട്ടൂരം വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് നിശബ്ദമാകും, കേരള കോൺഗ്രസ് നിശബ്ദമാകും, ബിഷപ്പുമാര് പോലും നിശബ്ദമാകും. ഇന്ന് നടന്ന സംഭവമാണ് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത്. അതായത് ആഗോളതലത്തില് ഭീകര അട്ടിമറികൾ നടക്കുമ്പോൾ ഇത് നേരത്തെ നടന്നുപോയ ഒരു സംഭവമായിരുന്നു. നമ്മുടെ ഒരു തമാശ കഥാപാത്രം കള്ളുകുടിയനായിട്ട് അഭിനയിക്കുന്ന ഒരു കക്ഷിയുണ്ട്. അപ്പൊ അയാൾ പറയും, നീ ഒന്നും നോക്കിയാൽ എന്റെ ചങ്ക് ഇടിച്ചു വാട്ടാൻ പറ്റിയല്ല. അതെന്താ? അത് പണ്ടേ ആമ്പിള്ളേർ ഇടിച്ചു വാട്ടിയിട്ടിരിക്കുക എന്ന് പറഞ്ഞ പോലെയാണ്
കേരളത്തിൽ ഇനി ഒരു ഭീകര പ്രസ്ഥാനത്തിനും വളരാൻ പറ്റില്ല. കേരളത്തിൽ ഭീകര പ്രസ്ഥാനങ്ങൾക്ക് സ്ഥാനമില്ല. അതിന്റെ കാരണം എന്നാ? ഇത് പണ്ടേ ഭീകരവാദികളുടെ കയ്യിലാണ്. ഇനിയിപ്പോ വേറൊരു ഭീകരവാദികളെ വന്നിട്ട് ഇതിലും വലിയൊരു വാദി വരാനില്ല. അപ്പൊ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും രാഷ്ട്രീയത്തെയും നിയമ സംവിധാനങ്ങളെയും പുല്ലുപോലെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് ഞങ്ങൾ അങ്ങ് ഭരിക്കുക എന്ന് പറഞ്ഞാൽ തിരുവായ്ക്ക് എതിർവായി ഇല്ലാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറി. അതുകൊണ്ട് നമ്മൾ ഇന്ന് സിറിയയിലെ വാർത്ത വായിക്കുമ്പോൾ ഇത് കേവലം സിറിയയിലെയോ അഫ്ഗാനിസ്ഥാനിലെയോ ബംഗ്ലാദേശിലെയോ വാർത്തയല്ല. ഇത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന, പണ്ടേ നടന്നു കഴിഞ്ഞ ഒരു പട്ടാള സഹായമില്ലാതെ, പോലീസിന്റെ സഹായമില്ലാതെ, ബോംബും തോക്കും എടുക്കാതെ ജനാധിപത്യ മാർഗത്തിൽ ബാലറ്റ് കൊണ്ട് തന്നെ നേടിയ ഒരു ഭീകര വിജയത്തിന്റെ നാട്ടിലാണ് നമ്മളൊക്കെ കഷ്ടിച്ച് ജീവിച്ചിരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ ഈ സിറിയയുടെ വാർത്ത കേട്ടപ്പോൾ എനിക്ക് തോന്നിയ വിഷയം. സാർ, നമ്മൾക്കറിയാം ഇപ്പൊ ഇടതുപക്ഷം, ഇപ്പൊ മുസ്ലിം ലീഗ് UDF-ന്റെ കൂടെയാണ് നമുക്കറിയാം, വലതുപക്ഷത്തിന്റെ കൂടെയാണ്. ചില നേരത്തിലൊക്കെ ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്ന ചരിത്രം അവർക്കുണ്ട്. അതുകൊണ്ട് അവർക്ക് ഇടതുപക്ഷമോ വലതുപക്ഷം എന്ന പക്ഷമൊന്നുമില്ല. അവരുടെ കാലത്തും അധികാരം, അതല്ലെങ്കിൽ അവരുടെ തിട്ടൂരങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ചട്ടുകം മാത്രമാണ് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും. അപ്പോൾ ഈ ഇടതുപക്ഷത്തെ അവർ ഏത് രീതിയിലായിരിക്കാം ഹൈജാക്ക് ചെയ്യുക അല്ലെങ്കിൽ സ്വാധീനിക്കുക? കാരണം പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇടതുപക്ഷമാണല്ലോ ഇവിടെ ഭരിക്കുന്നത്, പിണറായി വിജയനാണല്ലോ ഭരിക്കുന്നത്, പിന്നെ എന്താ മുസ്ലിം ലീഗിന് ഇവിടെ ഒരു ഹൈജാക്ക് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ എന്താണ് ഇവിടെ കൈകടത്താൻ പറ്റുക എന്നൊരു സംശയമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. ആ ഒരു സംശയം നിവാരണം എങ്ങനെയാണ് വരുത്തി കൊടുക്കാൻ പറ്റുക? അതായത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഇസ്ലാമിസ്റ്റുകൾ നേരത്തെ തന്നെ വിഴുങ്ങിക്കഴിഞ്ഞു. അത് രണ്ട് തരത്തിൽ ഉണ്ട്. ഒന്ന്, ആശയപരമായി വിഴുങ്ങിക്കഴിഞ്ഞു. രണ്ട്, ഭൗതികമായിട്ട് വിഴുങ്ങിക്കഴിഞ്ഞു. ഇതിൽ ഭൗതികമായി വിഴുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവ്. ഈ പറഞ്ഞ ഒരു നിലപാടിനെ കുറിച്ച് ചോദിച്ചു നോക്കൂ. മുനമ്പത്തെ ഭൂമി വഖഫാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവ് എന്തായിരിക്കും നിലപാടെടുക്കുക? അപ്പോൾ മുഖ്യമന്ത്രിയെ തന്നെ വിഴുങ്ങിക്കഴിഞ്ഞു. ഒന്ന്. രണ്ട്, പ്രത്യയശാസ്ത്രപരമായി കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിനും ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തിനും സമാനമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അവർ രാജ്യങ്ങളുടെ അതിർത്തികളെ അംഗീകരിക്കുന്നില്ല. അവർ ദേശീയതകളെ അംഗീകരിക്കുന്നില്ല. അവർ ഗവൺമെന്റ്, ഭരണകൂടം, ഭരണഘടന, കോടതി ഇതിനെ അംഗീകരിക്കുന്നില്ല. നിയമത്തെ അംഗീകരിക്കുന്നില്ല. ഇസ്ലാമിനെ നോക്കൂ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവര് ദേശീയ ഗാനത്തെ അംഗീകരിക്കുന്നില്ല, ദേശീയ പതാക അംഗീകരിക്കുന്നില്ല. അവര് ദേശം എന്നുള്ള കൺസെപ്റ്റിനെ തന്നെ അംഗീകരിക്കുന്നില്ല. ദേശത്തിന്റെ അതിർത്തികളൊന്നും അള്ളാഹു അനുവദിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ രാജ്യമാണ് യഥാർത്ഥ രാജ്യം. നമ്മുടെ ഭരണഘടന അംഗീകരിച്ചിട്ടില്ല. ടാക്സ് കൊടുക്കണം, അവർക്ക് ഒരു നിർബന്ധവും ഇല്ല. ടാക്സ് കൊടുത്തില്ലെങ്കിൽ ഇവിടുത്തെ ക്രിസ്ത്യാനിക്ക് ഹിന്ദുവിനും ഒക്കെ ഒരു വിഷമം തോന്നും. പക്ഷെ അത് ഹറാമായിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പോഴും ടാക്സിനെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സമൂഹം. അതുപോലെ നിയമത്തെ അംഗീകരിക്കാം. ഇപ്പൊ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് പോയി നോക്കൂ. അവിടെ ആരും സീറ്റ് ബെൽറ്റ് ഇടണമെന്നില്ല. അവിടെ ആരും ഹെൽമറ്റ് വെക്കണമെന്നില്ല. അവിടെ നിയമപരമായ ട്രാൻസാക്ഷനുകൾ നടത്തണമെന്നില്ല. ഇപ്പോ ഏറ്റവും കൂടുതൽ വാഹന കച്ചവടവും റിയൽ എസ്റ്റേറ്റ് കച്ചവടവും നടക്കുന്നത് മുസ്ലിം ബ്രോക്കർമാർ വഴിയാണ്. അവിടെ എവിടെയെങ്കിലും എഗ്രിമെന്റ് എഴുതാറുണ്ടോ? മുദ്രപത്രം ഉപയോഗിക്കാറുണ്ടോ? എന്താ ഇല്ലാത്ത? അത് പള്ളി വെച്ച് പറഞ്ഞാൽ മതി, എല്ലാവർക്കും സന്തോഷം, സമ്മതം. അപ്പോ മുസ്ലിം പള്ളിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിന്റെ അധികാരികൾ വണ്ടി കച്ചവടത്തിനും സ്ഥലക്കച്ചവടത്തിനും വേണ്ടി എഗ്രിമെന്റിന് സാക്ഷിയായി നിന്ന് കഴിഞ്ഞാൽ പിന്നെ മുദ്രപത്രം വേണ്ട, പിന്നെ രജിസ്റ്റർ ഓഫീസ് വേണ്ട. അപ്പൊ സമാന്തര ഗവൺമെന്റ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു. അതല്ലെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് CC ക്യാമറകൾ പ്രവർത്തിക്കാത്തത് എന്തുകൊണ്ടാണ്? പോലീസ് അവിടെ എന്തുകൊണ്ടാണ് വണ്ടി പിടിക്കാത്തത്? പോലീസ് എന്തുകൊണ്ടാണ് ഹെൽമറ്റ് ഇല്ലാത്തതിന് ആൾക്കാരെ പിടിക്കാത്തത്? സീറ്റ് ബെൽറ്റ് ഇടാത്തതിന് കേസില്ലാത്തത്? കാരണം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യയിലെ നിയമ സംവിധാനം ബാധകമല്ല. അത് കേരളത്തിൽ നമുക്ക് അറിയാവുന്ന ഒരു വിഷയമാണ്. ഇപ്പൊ ഞാൻ താമസിക്കുന്ന കോട്ടയം ജില്ലയ്ക്ക് ഈരാറ്റുപേട്ടയ്ക്ക് അടുത്താണ്. ഈരാറ്റുപേട്ടയിൽ നിന്നും 3 or 4 പേര് ബൈക്കിൽ പോയാൽ പോലീസ് ഒന്നും പിടിക്കാൻ പോകുന്നില്ല. ഈരാറ്റുപേട്ടയിൽ ഹെൽമെറ്റ് വെക്കാത്തവനെ പിടിക്കുകയില്ല. ഈരാറ്റുപേട്ടയിൽ CC ക്യാമറ ഉണ്ട്, പക്ഷെ തെളിയല, വർക്കാകില്ല. ഇവിടുത്തെ ജില്ലാ പോലീസ് മേധാവി ഭീകരവിരുദ്ധ പരിശീലന കേന്ദ്രം ഈരാറ്റുപേട്ട തുടങ്ങണം, അവിടെ ഇഷ്ടംപോലെ സ്ഥലം സർക്കാരിന്റെ കിടപ്പുണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. വൈകുന്നേരം ആയപ്പോഴത്തേക്കും LDF UDF എല്ലാം കൂടെ ചാടി വീണ് ആ സാധനം ഇല്ലാതാക്കി. ഞാൻ എന്റെ വീട് അടുത്തുള്ള സ്ഥലമായതുകൊണ്ട് അത് പറഞ്ഞതേ ഉള്ളൂ. കേരളം മൊത്തം എടുത്ത് നോക്കൂ, ഇതല്ലേ അവസ്ഥ.